ഇനി എന്തിനാണോ എന്തോ വരുന്നത്. അനന്തുവേട്ടന്റെ വീട്ടിൽ അവര് പോയി നിൽക്കുന്നുണ്ട്. അനന്തുവേട്ടനാണ് എല്ലാവർക്കും സംശയമെങ്കിലും മറ്റു പലരുടെ പേരുകളും കേൾക്കുന്നുണ്ട്. ആ മാർക്കോയുടെയും കൂട്ടത്തിൽ നിന്റെ ഭർത്താവിന്റെ ഒക്കെ. എന്റെ ഭർത്താവിന്റെയോ? ആ, സാഗരടയ്ക്ക് അവരുമായിട്ട് വലിയ കമ്പനി ആയിരുന്നല്ലോ. അവനെ സത്യം പറഞ്ഞ ഈ നാട്ടിലേക്ക് മേഘേട്ടൻ കൊണ്ടുവന്ന് തന്നെ കണ്ണേട്ടനെയും മഹാലക്ഷ്മിയും തമ്മിൽ തെറ്റിക്കാനാ. പിന്നെ നിന്റെ ഭർത്താവ് ഇപ്പോ തോമസ് സാറിന്റെ ഡ്രൈവറാണല്ലോ. അവിടെ കണ്ണേട്ടൻ ചികിത്സയിലായിരുന്ന സമയത്തൊക്കെ അവിടെ വെച്ച് കാണാനും ബന്ധം പുതുക്കാനൊക്കെ ഉള്ള അവസരം ഉണ്ടായിരുന്നു. അതുകൊണ്ടേ പൂർണ്ണമായിട്ടങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല. എന്നെ വിവാഹം കഴിച്ചതിന് ശേഷം സാഗരേട്ടൻ 100% എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ഉണ്ണിയേട്ടൻ സംശയിക്കുന്ന രീതിയിൽ അവരും സാഗരേട്ടനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ മാർക്കോയെ സംശയിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നാ സാഗരേട്ടൻ പറയുന്നേ. അപ്പൊ പിന്നെ അനന്തുവേട്ടനാണ് കുഞ്ഞിന്റെ അച്ഛനെന്ന് ഉറപ്പിക്കാം അല്ലേ? വ്യക്തമായ തെളിവില്ലാതെ നമ്മൾ അങ്ങനെയൊന്നും പറയാത്തതാ നല്ലത്. ഭർത്താവ് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ആത്മാഭിമാനമുള്ള പെണ്ണുങ്ങള് ഒരിക്കലും അത് ക്ഷമിക്കില്ല. ലീക്കേജ് അവരെ കൂടെ താമസിപ്പിക്കുന്ന സ്ഥിതിക്ക് അനന്തുവേട്ടനും പ്രതിയാവാനുള്ള സാധ്യതയില്ല. ഇനിയിപ്പോ ഡോക്ടറുടെ സഹായത്തോടെ മറ്റേതെങ്കിലും മാർഗത്തിലൂടെയാണ് അവരെ അമ്മയായതെങ്കിൽ കണ്ണേട്ടൻ ഇങ്ങനെ അവരെ വെറുക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ആ കുഞ്ഞിനൊരു അച്ഛനുണ്ട്. അത് അനന്തുവേട്ടനാണോ മാർക്കോ ആണോ സാഗറാണോ എന്നുള്ളത് എല്ലാവരുടെയും സംശയം. ഇവരൊന്നും അല്ലാതെ അവർക്ക് മറ്റാരെങ്കിലും അടുപ്പമുണ്ടോന്ന് നിനക്കറിയാവോ? എനിക്കങ്ങനെയൊന്നും അറിയില്ല. അല്ലടി, കുറെ നാളായിട്ട് ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ ആ ബാലചന്ദ്രൻ എന്ന സിവിൽ എഞ്ചിനീയറുമായിട്ട് അവര് ചുറ്റിത്തിരിയായിരുന്നല്ലോ. ഇനി അങ്ങേരായിരിക്കോ പ്രതി? ഇവനെന്റെ ചേട്ടനാണെന്ന് പറയാൻ പോലും എനിക്ക് ഉറപ്പ് തോന്നുവാ. ആ മനുഷ്യനെ പോലും ഇത് സംശയിക്കുവാണല്ലോ. അല്ല, നീ എന്താ ആലോചിക്കുന്നേ? അയാൾക്ക് പ്രായത്തിൽ കൂടുതലുണ്ട് എന്ന് വെച്ച് കാഴ്ചക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്നിച്ച് യാത്ര ചെയ്ത സമയത്ത് എപ്പോഴെങ്കിലും രണ്ടാൾക്കും അബദ്ധം പറ്റിയില്ലെന്ന് ആര് കണ്ടു? ഞാൻ അതാ പറഞ്ഞത്. യഥാർത്ഥ പ്രതി ആരാണെന്ന് അറിയുന്നത് വരെ ആരുടെ മേലും കുറ്റം ആരോപിക്കരുത്. എന്താണെങ്കിലും ശരി, അവരടുക്കാൻ വരികയാണെങ്കിൽ നീ ഇനി അടുപ്പിക്കരുത്. നാണം കെട്ടവളാ. അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്റെ കരുണയൊക്കെ ഒരുപാട് മുകളിലാടി. ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ട് പോലും അവള് രണ്ടാമതൊരു വിവാഹത്തെ പറ്റി ചിന്തിച്ചിട്ടില്ല, തെറ്റ് ചെയ്തിട്ടില്ല. അവരുടെ അമ്മയും പ്രശ്നക്കാരിയാണെന്നാ കരുണയുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ പറയുന്നത്. അതിപ്പോ സത്യമാണെന്ന് തോന്നുവാ. അവരും കുഴപ്പം പിടിച്ചവര് തന്നെയാ. പുറത്തുനിന്ന് വന്നപ്പോഴേ നല്ല മണം അടിക്കുന്നുണ്ടല്ലോ. ഉരുളക്കിഴങ്ങ് കറിയില് മുട്ടയൊക്കെ ഇട്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുക. എന്റെ ഭാര്യ ജോലിക്ക് പോയിട്ട് വന്നതിന് ശേഷം അവളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാ. ഇന്നാണെങ്കിൽ ഒരു ദിവസം സാർ എനിക്ക് അവധി തരികയും ചെയ്തു. അപ്പോഴേ ഏട്ടത്തിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനിപ്പോഴേ അവകാശികൾ ഒരുപാടാ. ആ അവകാശികളുടെ കൂട്ടത്തില് സാഗരേട്ടനും ഉണ്ട്. എന്റെ പേരും പറഞ്ഞോ? അത് പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. നിന്റെ ആങ്ങളായിരിക്കും പറഞ്ഞത് അല്ലേ? അതെ. അനന്തുവേട്ടന്റെയും മാർക്കോയുടെയും പേരിനൊപ്പോ സാഗരേട്ടന്റെ പേരും പറയുന്നത്. എല്ലാവരുടെയും പേര് പറയട്ടെ, എല്ലാവരെയും സംശയിക്കട്ടെ. നിന്റെ വീട്ടുകാർക്കും അതുപോലെ ആ മേഘനും പ്രതാപനും ഒക്കെ ഇപ്പോ ഇതുപോലുള്ള തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുക. ആദ്യം സന്തോഷിക്കാൻ കുറച്ച് അവസരം കണ്ണൻ സാറും നിന്റെ ഏട്ടത്തെയും കൊടുക്കും. അത് കഴിഞ്ഞ് അതിനേക്കാൾ കരയാനുള്ള അവസരവും. ഇവിടെ സംഭവിക്കാൻ പോകുന്നതേ ചെറിയ തിരിച്ചടിയൊന്നും അല്ല. 2 കാര്യങ്ങളാ അവരിൽ നിന്ന് നമ്മൾ എല്ലാരും മറച്ചു വെച്ചിരിക്കുന്നത്. കണ്ണേട്ടൻ നടന്നു തുടങ്ങിയെന്നറിയുന്നത് ഇനി അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ഷോക്കല്ലേ. എന്നാ അങ്ങനെയൊക്കെ നടന്നു തുടങ്ങിയ കണ്ണേട്ടന്റെ കുഞ്ഞാണ് ഏട്ടത്തിയുടെ വയറ്റിലുള്ളതെന്ന് അറിഞ്ഞാലേ ഇപ്പൊ സന്തോഷിക്കുന്ന പലരും തൂങ്ങിച്ചാകാനുള്ള സാധ്യതയുണ്ട്. നിന്റെ ഏട്ടനും ഏട്ടത്തെയും പിരിഞ്ഞെന്നറിഞ്ഞ ശേഷം ഓടി നിന്റെ തറവാട്ടിലേക്ക് വന്ന ഒരുത്തിയുണ്ടല്ലോ, കരുണ. മിക്കവാറും കണ്ണൻ സാറും മഹാലക്ഷ്മിയും ഒന്നിക്കുമ്പോ
അവര് ബന്ധം വേർപിരിഞ്ഞേക്കും. പിരിയട്ടെ സാഗരേട്ടാ. എന്റെ കണ്ണേട്ടനെ ഏട്ടത്തെയും ദ്രോഹിക്കുന്നവർക്കൊക്കെ തിരിച്ചടി കിട്ടണം.